ഇന്നത്തെ ഫാസ്റ്റ് പേസ്ഡ് ലോകത്തിൽ ബിസിനസ്സുകാരെല്ലാം തങ്ങളുടെ കസ്റ്റമേഴ്സുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള വഴികൾ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇൻബൗണ്ട് മാർക്കറ്റിംഗിന്റെ പ്രത്യേകത. പക്ഷെ എന്താണ് ഈ ഇൻബൗണ്ട് മാർക്കറ്റിംഗ്? എന്തുകൊണ്ടാണ് അത് ഇത്ര സക്സസ്ഫുൾ ആയത്? നമുക്ക് നോക്കാം. റെലവെന്റും ഹെൽപ്ഫുള്ളും ആയിട്ടുള്ള കോണ്ടന്റുകളിലൂടെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് രീതിയാണ് ഇൻബൗണ്ട് മാർക്കറ്റിംഗ്. കസ്റ്റമേഴ്സിനെ വെറുതെ പരസ്യങ്ങൾ കാണിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാതെ അവർ ഉള്ളിടത്ത് ചെന്ന് അവരെ കണ്ട് അവർക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഇന്ററാക്ഷൻ സൃഷ്ടിക്കുക എന്നതാണ് ഇൻബൗണ്ട് മാർക്കറ്റിംഗിന്റെ രീതി. ഇൻബൗണ്ട് മാർക്കറ്റിംഗ് പല വിധത്തിലുണ്ട്. ബ്ലോഗിംഗ്, SEO, സോഷ്യൽ മീഡിയ, ഇമെയിൽ ക്യാമ്പയിൻസ്, കോണ്ടന്റ് മാർക്കറ്റിംഗ് എന്നിവ ഈ കൂട്ടത്തിൽ പെടും. ഇവിടുത്തെ ഗോൾ വളരെ സിമ്പിൾ ആണ്. അതായത് വാല്യുബിൾ ആയിട്ടുള്ള കോണ്ടന്റുകൾ നൽകി വളരെ നാച്ചുറൽ ആയി തന്നെ ആളുകളെ അട്രാക്ട് ചെയ്യുക, അത്രമാത്രം. സോ എന്തുകൊണ്ടായിരിക്കും ഇൻബൗണ്ട് മാർക്കറ്റിംഗ് ഔട്ട്ബൗണ്ട് മാർക്കറ്റിംഗിനേക്കാൾ സക്സസ്ഫുൾ ആവുന്നത്? ഔട്ട്ബൗണ്ട് മാർക്കറ്റിംഗ് പ്രധാനമായി ഉപയോഗിക്കുന്നത് TV ആഡ്സ്, കോൾ കോളിംഗ് പോലുള്ള മെത്തേഡുകളാണ്. ഇത് സ്വാഭാവികമായും കസ്റ്റമേഴ്സിന് വളരെ ഫോഴ്സ്ഡ് ആയി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതേസമയം ഇൻബൗണ്ട് മാർക്കറ്റിംഗ് ഫോക്കസ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിലാണ്. ഇത് നല്ല രീതിയിലുള്ള ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ കമ്പനികളെ സഹായിക്കുന്നു. കൂടാതെ ഇൻബൗണ്ട് മാർക്കറ്റിംഗ് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, മെഷറബിൾ ആണ്. പിന്നെ ഇത് നമ്മുടെ ബിസിനസിനെ ഓർഗാനിക് ആയി തന്നെ വളരാൻ സഹായിക്കുന്നു. ഇനി നമുക്ക് ഇൻബൗണ്ട് മാർക്കറ്റിംഗ് ഫണൽ എന്താണെന്നുള്ളത് നോക്കാം. കസ്റ്റമർ ഒരു ബ്രാൻഡുമായി നടത്തുന്ന യാത്രയാണ് ഫണൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അവയർനെസ്സിൽ നിന്നും കൺസിഡറേഷൻ വരെയും പിന്നെ കൺസിഡറേഷനിൽ നിന്നും ഡിസിഷൻ മേക്കിംഗ് വരെയും, അങ്ങനെ ഓരോ സ്റ്റേജിലും ഒരു ബ്രാൻഡ് കൃത്യമായ കോണ്ടന്റുകളുടെ സഹായത്തോടെ കസ്റ്റമേഴ്സുമായുള്ള ബന്ധം നർച്ചർ ചെയ്തെടുക്കുന്നു. അങ്ങനെ ഒടുവിൽ ഒരു ലോയൽ കസ്റ്റമർ ബേസ് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യം ബ്ലോഗ് പോസ്റ്റ്, SEO, സോഷ്യൽ മീഡിയ എന്നിവയിലൂടെ വിസിറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യും. പിന്നെ ടാർഗറ്റഡ് ഇമെയിൽസ്, കേസ് സ്റ്റഡീസ്, വെബിനാർസ് എന്നിവയിലൂടെയൊക്കെ നിങ്ങൾ അവരെ എൻഗേജ് ചെയ്യും. ആൻഡ് ഒടുവിൽ പേഴ്സണലൈസ്ഡ് ഓഫേഴ്സ്, സെയിൽസ്, ഇന്ററാക്ഷൻസ് എന്നിവയിലൂടെ ആ ലീഡുകളെ നിങ്ങൾ കസ്റ്റമേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ബിസിനസ് കൂടുതൽ വളർത്തുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇൻബൗണ്ട് മാർക്കറ്റിംഗിൽ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യും. പ്രൊവൈഡ് വാല്യൂ, ബിൽഡ് ട്രസ്റ്റ് ആൻഡ് വാച്ച് യുവർ സക്സസ് ഗ്രോ. ഇറ്റ്സ് ദ ഫ്യൂച്ചർ ഓഫ് മാർക്കറ്റിംഗ്.